നമ്മളൊരു സെഷനാണ് ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. And so we are going to talk about gender and sexuality. കേൾക്കാമോ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി. ജെൻഡർ എന്ന് പറയുമ്പോൾ ലിംഗഭേദം ആൻഡ് ലൈംഗികത. അത് ബൈബിളിൽ എന്തും അതിനെ പറ്റി പറയുന്നത് അത് നമുക്ക് കാണാം. So now you might be thinking, why are we talking about this? ഈ കാര്യങ്ങളൊക്കെ എന്തിനാ നമ്മൾ സമ്മർ സ്കൂളിൽ പഠിക്കുന്നെന്ന് നമ്മുടെ മനസ്സിൽ പോകാം അല്ലേ? ഈ കാര്യങ്ങൾ ബൈബിളിൽ നിന്നാണ്. ഈ കാര്യങ്ങളൊക്കെ എന്തിനാ നമ്മളെ പഠിപ്പിച്ചിരുന്നതെന്ന് നമ്മളുടെ മനസ്സിൽ വരാം. So many other things to talk about. Why do we want to talk about this? ശ്രദ്ധിച്ചു കേൾക്കണേ, കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അന്നേരം ഈ ജെൻഡറും സെക്ഷുവാലിറ്റിനെ പറ്റി എന്തിനാ നമ്മൾ ഇവിടെ പഠിക്കുന്നതെന്ന് നമ്മുടെ മനസ്സിൽ വരാം. See, it's always good to learn things the right way rather than wait for someone to teach you the things the wrong way. ഓരോരോ കാര്യം ശരിയായ രീതിയിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അല്ലേ? തെറ്റായ രീതിയിൽ അറിയുന്നതിനേക്കാളും എന്തോ കറക്റ്റ് കാര്യങ്ങൾ ശരിയായ രീതിയിൽ അറിയുന്നതാണ് ഏറ്റവും നല്ലത്. Because we know that if we don't say this, your friend will teach you something, your phone will teach you something, or your books will. ഇപ്പോൾ നമ്മൾ ബൈബിളിൽ എന്തുവാ പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ തെറ്റായ രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ ഫോണിന്നോ മീഡിയയിന്നോ ഇതൊക്കെ കണ്ടു കേട്ടും പഠിക്കും. You know, till recently, the world believed that there was only two genders. ഇത്രയും നാളും ലോകം എന്തോ വിശ്വസിച്ചിരുന്ന രണ്ട് ജെൻഡറേ ഉള്ളൂ, രണ്ട് ലിംഗഭേദം. എന്തൊക്കെയാ? മെയിൽ ആൻഡ് ഫീമെയിൽ, ചെറുക്കനും പെണ്ണും. So what about you? Have any of you children heard about people saying that there is more than two genders? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ രണ്ട് ജെൻഡറിനെക്കാട്ടി കൂടുതലുണ്ടെന്ന്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? How many of you heard? എത്ര പേര് കേട്ടിട്ടുണ്ട് രണ്ടിനെക്കാട്ടി കൂടുതൽ ജെൻഡർ ഉണ്ടെന്ന്? ആരൊക്കെ കേട്ടിട്ടുണ്ട്? Yeah, so some of you have heard, some of you are about to hear that. കുറേ പേര് കേട്ടിട്ടുണ്ട്, കുറച്ച് പേര് കേൾക്കും. You know, see, the world, is trying to change. They're trying to bring new things. ലോകം പുതിയ കാര്യങ്ങൾ. And so this is, one big scientific journal, American scientific journal, and they are saying, you see, this male female thing is very simple thing. Actually, things are more high standard, more complicated. ഒരു പുതിയ ജേർണലില് ശാസ്ത്രമായ ജേർണലിലാണ് പറയുന്നത് ഈ ആണും പെണ്ണും മാത്രം എന്നുള്ള ജെൻഡർ ഇത് ഒത്തിരി സരളമാണ്, ഒത്തിരി സിമ്പിളാണ്. പക്ഷെ ഇതിനെക്കാട്ടിലും കൂടിയ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. So they make it very scientific sounding, and we also think, oh, maybe they are right, maybe I don't know so much, they know so much. അന്നേരം അവര് ശാസ്ത്രമായ രീതിയിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നോക്കുന്നു. വലിയ കാര്യങ്ങളാണോ നമുക്ക് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ നോക്കുന്നു. അന്നേരം നമ്മൾ വിചാരിക്കും, ഓ ചിലപ്പോൾ ഇതൊക്കെ ശരിയായിരിക്കും. There's a verse in the Bible, it says, God made us plain and simple, but man has complicated everything. ഒരു വചനമുണ്ട് ബൈബിളിൽ, സഭാപ്രസംഗി 7:29 പറയുന്നത്, ദൈവം നമ്മളെ സരളമായിട്ടാണ് സിമ്പിൾ ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ ആരാ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത്? നമ്മളെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കുക. Yeah. So if you see, everything is like that. God made everything very nice, simple, but we in our crooked minds, we started twist everything and make things difficult for us and for others. അന്നേരം എല്ലാം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ദൈവം എല്ലാം സരളമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ബുദ്ധിയില് നമ്മുടെ സൂത്രപ്പണിയില് എല്ലാം അത് കോംപ്ലിക്കേറ്റ് ആക്കാൻ നോക്കും. So the world is confused. World is fully confused. The world wants to confuse you also. അന്നേരം ലോകം മൊത്തം ആശങ്കയിൽ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് കിടക്കുക, നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ നോക്കുക. How many of you have heard of the story Emperor's New Clothes? ചക്രവർത്തിയുടെ പുതിയ വസ്ത്രത്തിനെ പറ്റി ആരൊക്കെ കേട്ടിട്ടുണ്ട്? Some have heard. കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ കേട്ടിട്ടുണ്ട്.
Okay, so those who don't know the story, I'll just recap again. So there was this emperor who was a very fashionable emperor, and he liked to wear new fashionable clothes every week. ഒരു ചക്രവർത്തിനെ പറ്റി പറയുക, ഒരു എംപററിനെ പറ്റി പറയുക. ആ എംപറർ ഭയങ്കര ഫാഷനബിൾ ആയിരുന്നു. പുതിയ പുതിയ ഫാഷനില് തുണിയൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. So one day one crook came to the emperor to fool him and make some money. ഒരു കള്ള മനുഷ്യൻ ചക്രവർത്തിയുടെ അടുത്ത് വന്നു പൈസ ഉണ്ടാക്കാൻ വേണ്ടി അന്നേരം ഒരു സൂത്രപ്പണി കാണിച്ചു. So he told, I have a very special dress for you. Very special dress. So special that only very intelligent people can see this dress. അന്നേരം കള്ളൻ എന്തോ വന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിയാ വന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചക്രവർത്തിനോട് വന്ന് പറഞ്ഞു, എന്റെ ഒരു സ്പെഷ്യൽ ഒരു നല്ല ഡ്രസ് ഉണ്ട്. ആ ഡ്രസ്സിനെ കാണാൻ പറ്റുന്ന ആൾക്കാർ ഏറ്റവും ബുദ്ധി ഉള്ള ആൾക്കാർക്ക് അത് കാണാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്ക് കാണത്തില്ല. And so he opened his box and he acted like he was taking a dress. Nothing is there. So he acted and he said, see this dress. അന്നേരം ആ മനുഷ്യൻ എന്ത് ചെയ്തു, ആ പെട്ടി തുറന്നു, ഒരു ഡ്രസ് എടുക്കുന്ന പോലെയൊക്കെ കാണിച്ചു. കാണാൻ ഒന്നും ഇല്ലായിരുന്നു. അന്നേരം നോക്ക്, കണ്ടോ ഈ ഡ്രസ്? So beautiful this dress, no? ഈ ഡ്രസ്സിനെ കണ്ടിട്ട് എന്ത് രസമുണ്ട്, എന്ത് സുന്ദരമായിട്ടിരിക്കുന്നു. Then the emperor said, hey, I can't see anything. അന്നേരം ചക്രവർത്തി വിചാരിച്ചു, അയ്യോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. But he said only intelligent people can see. I can't see. Then you think I'm a fool. പക്ഷെ ആ മനുഷ്യൻ എന്തോ പറഞ്ഞ, ബുദ്ധിയുള്ളവർക്കേ ആ ഡ്രസ് കാണത്തുള്ളൂ, വിഡ്ഢികൾക്ക് അത് കാണത്തില്ല. അന്നേരം ചക്രവർത്തി വിചാരിച്ചു, എനിക്ക് കാണത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിഡ്ഢിയായി മാറത്തില്ലേ? So the emperor said, wow, what a beautiful dress. അന്നേരം ആ ചക്രവർത്തി എന്ത് പറഞ്ഞു, വാവ് എന്ത് മനോഹരമായ ഡ്രസ്. So inside he had some doubt. So he said, let me call my 3 wise men to see the dress also. അന്നേരം അകത്ത് പക്ഷെ ഒരു സംശയം ഉണ്ടായിരുന്നു. അന്നേരം എന്ത് പറഞ്ഞു, ഞാൻ എന്റെ 3 ബുദ്ധിമാനായിട്ടുള്ള ആൾക്കാരെ വിളിക്കട്ടെ, അവരോടും അവരുടെ അഭിപ്രായം ചോദിക്കട്ടെ എന്ന്. So the 3 wise men came and this emperor told, see this dress, only the most intelligent people can see this dress. അന്നേരം ഈ ചക്രവർത്തി 3 ആൾക്കാരെ വിളിച്ചു, നോക്കി ഡ്രസ്സിന് കണ്ടോ, ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഡ്രസ് കാണാൻ പറ്റത്തുള്ളൂ. And so that crook is holding the dress and these 3 wise men are like, we can't see anything. അന്നേരം ഈ കള്ളം വന്ന് ഈ ഡ്രസ്സൊക്കെ കാണിക്കുന്നു. അന്നേരം ഈ 3 ബുദ്ധിമാൻ ആൾക്കാർ കണ്ടുകൂടാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. But then they think if we say that we can't see anything, then they'll say, oh, these people are fools, they can't see, they're just acting like wise men. പക്ഷെ ഈ 3 ആൾക്കാർ പറഞ്ഞു, എനിക്കിത് കാണത്തില്ലെന്ന് പറഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും, നമ്മൾ 3 പേരും മൂഢന്മാരാ, വിഡ്ഢികളാണെന്ന്. അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ലല്ലോ. So then one wise man suddenly said, what a beautiful dress. I've never seen like a dress. 3 ഒരാൾ പറഞ്ഞു, വാവ് എന്ത് മനോഹരമായ ഡ്രസ്സാ ഇത്, ഇങ്ങനത്തെ ഡ്രസ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. The second wise man, see that gold lining, oh super. രണ്ടാമത്തെ ആള് പറഞ്ഞു, ആ സ്വർണത്തിന്റെ ലൈനിങ് കണ്ടു, എന്ത് സൂപ്പർ ആയിട്ടിരിക്കുന്നു. Then the third one said, see, it's changing color with that angle, no? It's changing color. മൂന്നാമത്തെ ആള് പറഞ്ഞു, വേറെ വേറെ ആംഗിളിൽ അതിന്റെ കളർ വ്യത്യാസപ്പെടുക, എന്ത് മനോഹരമാണ്. So then the emperor said, oh, at least they are able to see. Okay, so I think there is something is there. Okay, so then he said, very good. എന്നിട്ട് ആ ചക്രവർത്തി വിചാരിച്ചു, ഈ 3 പേർക്ക് കാണാം, അന്നേരം ശരിക്കും അതുണ്ട്, എനിക്കാ കാണാൻ പറ്റത്തെ. The emperor said, for tomorrow's parade, I am going to wear this dress. അന്നേരം ചക്രവർത്തി എന്ത് പറഞ്ഞു, നാളത്തെ പരേഡില് ഞാൻ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് പോകും. So next day morning, that crook dressed the emperor in this. The emperor was wearing his underwear, and over this, the crook is putting the dress. അന്നേരം ഈ ചക്രവർത്തി ഒരു അണ്ടർവെയർ ഇട്ടിട്ടുണ്ട്. അന്നേരം ഈ കള്ളൻ ഈ ഡ്രസ് ഇങ്ങനെ ഉടുപ്പിക്കുക, പക്ഷെ കാണാൻ പറ്റുന്നില്ല. Then the emperor gave him his money for the dress, one big suitcase of money, and that fellow pushed off. ആ വലിയ സൂട്ട്കേസ് നിറച്ച് പൈസ എടുത്തോണ്ട് ആ കള്ളൻ ഓടിപ്പോയി. Then the parade started, and they said, see the king's beautiful dress, only the wise people can see it. അന്നേരം അവിടെ എന്തുവാ എല്ലാരും പറഞ്ഞത്, നോക്ക് കിങ് ചക്രവർത്തി പരേഡ് വരുന്നു, ഏറ്റവും മനോഹരമായ ഡ്രസ് ഇട്ടേക്കുന്നു, പക്ഷെ ഏറ്റവും ബുദ്ധി
ബുദ്ധിയുള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഡ്രസ്സ് കാണത്തുള്ളൂ. So the king is going in the parade in front of all his people. എല്ലാവരുടെയും മുമ്പിൽ ചക്രവർത്തി ഈ തുണിയിട്ടോണ്ട് പോവാം. And in between, one small boy standing in the parade saw the emperor going. ഈ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു കൊച്ചു ചെറുക്കൻ ഈ രാജാവിനെ കണ്ടോണ്ടിരിക്കുക, ഈ ചക്രവർത്തിനെ കണ്ടോണ്ടിരിക്കുക. And then he said, "Aye, the emperor is going in his underwear." ചക്രവർത്തി അണ്ടർവെയറിൽ നടന്നു പോവാണ്. Suddenly the emperor realized, because people started laughing. അന്നേരം പെട്ടെന്ന് എല്ലിലുള്ളവർ എല്ലാം ചിരിക്കാൻ തുടങ്ങി. The emperor thought, "Oh my, I have been fooled." അന്നേരം ചക്രവർത്തിക്ക് മനസ്സിലായത് ഞാൻ നിന്നെ ഒരു മൂടനാക്കിയെന്ന് അന്നേരം മനസ്സിലായത്. See, today also people are trying to make a fool out of us. ഇന്നത്തെ കാലത്ത് ഇത് തന്നെയാ സംഭവിക്കുന്നത്. ആൾക്കാർ നമ്മളെ വിഡ്ഢിയാക്കാൻ നോക്കുക. You don't believe this? That means you are not intelligent. You are a fool. You don't believe this, huh? നിനക്ക് ഇതിനകത്ത് വിശ്വാസം ഇല്ലേ? അയ്യേ, അതിന്റെ അർത്ഥം നീ വിഡ്ഢിയാ, നീ മൂഢനാ. You will be called a fool if you do not believe the foolishness the world is trying to teach you. ഈ ലോകത്തിന്റെ വിഡ്ഢിത്തരത്തെ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മളെ മൂഢനെന്ന് വിളിക്കും. So this is a book. It's said to be the ICSE book, 4th standard, where they're trying to teach a 4th standard book for children. They're showing that some families have father and mother. Some families have only grandparents and children. Some families have maybe only mother. Some families only father. But right down they're saying some families have 2 fathers. Some families have 2 mothers. അന്നേരം ഈ പുസ്തകം 4ാം ക്ലാസ്സിലെ ICSE ബുക്കിലാണ്. അന്നേരമാണ് എന്തു എഴുതിയിരിക്കുന്നത്, ഒരു ഫാമിലിയില് ഇങ്ങനൊക്കെ കാണാം, വ്യത്യസ്തമായ രീതിയിൽ കാണാം. അച്ഛനും അമ്മയും മക്കളും കാണാം, ചിലപ്പോ അപ്പച്ചനും അമ്മച്ചിയും മക്കളും മാത്രം കാണാം, ചിലപ്പോ 2 അച്ഛന്മാര് കാണാം, ചിലപ്പോ 2 അമ്മമാര് കാണാം. അതാ ഈ ബുക്കിൽ ഇന്ന് കൊടുത്തിരിക്കുന്നത്. So they're trying to tell you, hey, this is the right thing. We're teaching you, this is school, this is education. You believe, you don't believe this, you're a fool. അന്നേരം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തുവാ, ഇതാ സത്യം, ഇതാ കറക്റ്റ്, ഇത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ മൂഢനാ അല്ലെങ്കിൽ നീ വിഡ്ഢിയാണെന്ന് ആൾക്കാരെ പഠിപ്പിക്കുന്നത്. It's so important that we understand what is the truth. അതുകൊണ്ട് സത്യം എന്തുവാണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. So in our life, we should always remember these. There are 2 major questions that are there. 2 big questions. നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങള്, 2 ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് വായിക്കാമോ? ഒരാൾക്ക് എഴുന്നേറ്റ് വായിക്കാമോ? എന്തുവാ? ഞാൻ ആരാണെന്ന്, ഞാൻ എന്ത് വിശ്വസിക്കുന്നു. 2 ചോദ്യങ്ങൾ അതെപ്പോഴും ഓർത്ത് വെക്കണം. Who am I? This question should always bring in us. ഞാൻ ആരാണെന്ന്, ഞാൻ ആരാണ്, അത് നമ്മുടെ ഉള്ളില് നമുക്കത് മനസ്സിലാക്കണം. And if we don't know the right answer, the world will try to tell you, this is who you are, this is who you are. ഞാൻ ആരാണെന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിൽ ബാക്കി പുറത്തുള്ള ആൾക്കാർ എന്ത് പറയും, നീ ഇതാണെന്നും നമ്മളെ പറഞ്ഞേൽപ്പിക്കാൻ നോക്കും, അടിച്ച് പറഞ്ഞേൽപ്പിക്കാൻ നോക്കും. What do I believe in? What do I believe in? ഞാൻ എന്തിനാട്ടാ വിശ്വസിക്കുന്നത്? You know, everybody believes in something. എല്ലാരും വിശ്വസിക്കുന്നുണ്ട്. So even a person who says there is no God, he is also believing in something. ഇപ്പൊ ഒരാൾ പറയുന്നു എനിക്ക് ദൈവം ഇല്ലെന്ന വിശ്വാസം, ആ പുള്ളിക്കാരനും എന്തിനേലും വിശ്വസിക്കുന്നുണ്ട്. You know, even you might not know everything, but he says, I believe there is no God. ദൈവത്തെ വിശ്വസിക്കുന്നില്ലായിരിക്കും, പക്ഷെ വേറെ പല കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. You know, the Bible says there are 2 types of wisdom. ബൈബിളില് 2 പ്രകാരമുള്ള ബുദ്ധിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്തുവാ? വേൾഡ്ലി വിസ്ഡം, ലൗകികമായ ജ്ഞാനം. മറ്റേതെന്തുവാ? ദൈവിക ജ്ഞാനം. And see, the earthly wisdom, when we read James, it says that this earthly wisdom is demonic wisdom. ഈ ലൗകികമായ ജ്ഞാനം ഇത് പിശാചിന്റേതാ, പിശാചികമായ. So you know what happened is when we sinned, we gave control to Satan, and because of that, Satan
is trying to control the wisdom of this world. ആദ്യത്തെ മനുഷ്യൻ തെറ്റ് ചെയ്തപ്പം നമ്മള് ആ കൺട്രോൾ പിശാചിന് കൊടുത്തപ്പം പിശാച് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നോക്കുക, തെറ്റായ രീതിയിൽ കൊണ്ടുപോകാനാണ് നോക്കുന്നത്. And we have godly wisdom, which is the wisdom that we need. ദൈവിക ജ്ഞാനമുണ്ട്, ആ ജ്ഞാനം നമുക്ക് എല്ലാവർക്കും വേണ്ടിയത്. ആർക്കൊക്കെ വേണം ദൈവിക ജ്ഞാനം? വേണം ആർക്കെങ്കിലും? ആർക്കൊക്കെ വേണം? കയ്യിൽ നോക്കി കാണിച്ചേ. വെരി. So if we ignore the godly wisdom that is there, we will go deeper and deeper into worldly wisdom, and it will only harm us. ദൈവിക ജ്ഞാനം നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ദൈവിക ജ്ഞാനം നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ലൗകിക പ്രകാരമായ വേൾഡി വിസ്ഡത്തിലോട്ടായിരിക്കും പോകുന്നത്. John 8:32 says, "You will know the truth, and the truth will set you free." യോഹന്നാൻ 8:32 പറയുന്നത്, നീ സത്യം അറിയും, സത്യം നിന്നെ സ്വതന്ത്രരാക്കുമെന്നാണ് പറയുന്നത്. Who said this word? ഇതാരാ പറഞ്ഞത്? ആർക്കെങ്കിലും പറയാമോ? ആരാ പറഞ്ഞു? Jesus. Yes, Jesus said these words. You know the truth. You know the real truth. That truth will set you free. നിനക്ക് സത്യം അറിയാമെങ്കിൽ ആ സത്യം നിന്നെ സ്വതന്ത്രമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. And so there are certain truths that we need to be confirmed on today. അന്നേരം പല സത്യങ്ങൾ നമ്മൾ അറിയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. Okay, so how many of you have in your books you have read about evolution? ആരൊക്കെ എവല്യൂഷനെ പറ്റി അല്ലെ പരിണാമത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ട്? Some. I hope everybody was awake in class. എവല്യൂഷൻ പഠിച്ചപ്പോ ഉണർന്നിരിക്കുവായിരുന്നോ ഉറങ്ങുമായിരുന്നോ? So in the books they are trying to say this, that evolution and man, God didn't create, this all happened by chance. എവല്യൂഷനിൽ എന്തോ പഠിപ്പിക്കുന്നത്, ദൈവം അല്ലെ ഇതൊന്ന് സൃഷ്ടിച്ചത്, ഇത് എല്ലാം അങ്ങനെ വന്നു, ബൈ ചാൻസ് തന്നെത്താനെ വന്നു. The Bible tells us God created us. God, all of creation was created by God. ബൈബിളിൽ ദൈവം എന്തോ പറയുന്നത്, എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. Who made this theory? Theory of Charles Darwin, no? Theory of evolution, Charles Darwin. But many years back, Darwin is in Australia and he sees certain things and he's like, I think this is what happened. ഈ ഡാർവിൻ തിയറി ആര്? ചാൾസ് ഡാർവിൻ ഉണ്ടാക്കിയത്. തിയറി ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ തിയറി, പരിണാമ സിദ്ധാന്തത്തിന്റെ തിയറി ഉണ്ടാക്കിയത് ഡാർവിനാ. So was Darwin there when all this happened? ഡാർവിൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഇതെല്ലാം സൃഷ്ടിച്ചപ്പോ ഡാർവിൻ ഉണ്ടായിരുന്നോ? So this is not something which was witnessed by Darwin. ഡാർവിൻ കണ്ടതും കേട്ട കാര്യങ്ങളും ഒന്നും അല്ല. It is a theory, but it is not taught you as theory. It's taught you like it actually happened. ഇതൊരു സിദ്ധാന്തമാണ്, സത്യമല്ല. സിദ്ധാന്തം ഒരു തിയറി മാത്രമാണ്. What did Darwin say? Darwin said that there was some pond, like Challa pond was there, and one lightning came and hit there, and in that lightning, that first cell came to being. ഡാർവിന്റെ സിദ്ധാന്തം എന്തുവാ? ആ ചള്ളയുണ്ടായിരുന്നു, അവിടോട്ട് വലിയൊരു ലൈറ്റനിങ് വന്നു, ആ ലൈറ്റനിങ് വന്നപ്പോൾ ഒരു സെല്ല് പ്രത്യക്ഷപ്പെട്ടു. So all these molecules were there, lightning came, and suddenly one cell came. കുറെ മോളിക്യൂൾസ് ഉണ്ടായിരുന്നു, ആ മോളിക്യൂൾസ് എല്ലാം കൂടി ഒന്നിച്ച് ഒരു സെൽ ഉണ്ടായിരുന്നു. What is his error? ഇതിന്റെ കുഴപ്പം എന്തുവാ? തെറ്റ് എന്തുവാ ഇവിടെ? His error is that he's saying that chemistry became biology. ഡാർവിന്റെ സിദ്ധാന്തത്തിന്റെ കുഴപ്പം എന്തുവാ? കെമിസ്ട്രി ബയോളജി ആയി മാറിയെന്നാ പറയുന്നത്. Can that happen? അങ്ങനെ പറ്റുമോ? കെമിസ്ട്രി ബയോളജി ആയി മാറുമോ? Can some lightning come and hit something and then make it into a cell which starts multiplying on its own? അങ്ങനെ സംഭവിക്കുമോ? കുറെ മോളിക്യൂൾസും കെമിക്കൽ കാര്യങ്ങളുണ്ട്, ഒരു ലൈറ്റ്നിങ് വന്ന് അവിടെ ലൈഫ് വന്നു, ബയോളജി ആയി മാറും. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? No. You see, if I show you my phone, I say that 1 million years ago there was a big explosion, and in that explosion some
chips and all came together. And over 1 million years, it slowly became this. എക്സാമ്പിൾ ഈ ഒരു ഫോൺ ഉണ്ട്, ഒരു 1 മില്യൺ വർഷങ്ങൾ മുമ്പ് ഇതൊന്നും ഫോൺ ഇല്ലായിരുന്നു, കുറെ ചിപ്പുകൾ മാത്രമേ ഉള്ളായിരുന്നു. ഇതൊക്കെ ഒന്നിച്ച് വന്ന് ഒരു ദിവസം പെട്ടെന്ന് ഫോൺ ഉണ്ടായിരുന്നു. So the thing is, Darwin didn't have the microscopes we have today. ഡാർവിൻ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള മൈക്രോസ്കോപ്സ് ഇല്ലായിരുന്നു. You have that old low resolution microscope. If you saw a cell, you just saw like one round thing. ഇപ്പൊ നമുക്ക് കിട്ടുന്ന അത്രയും നന്നായി കാണുന്ന മൈക്രോസ്കോപ്പ് ഒന്നും ആ സമയത്തില്ലായിരുന്നു. ഒരു വലിയൊരു സെല്ല് കാണുന്നു, എന്തൊക്കെയോ കാണുന്നു. Today, if we know that one simple cell, one small simple cell itself is like a big city. ഇപ്പൊ നമ്മുടെ നല്ല പുതിയ മൈക്രോസ്കോപ്സ് ഒക്കെ കാണുമ്പോൾ ഈ ഒരു സെല്ലിനകത്ത് തന്നെ ഒരു വലിയൊരു പട്ടണം പോലെയാ. Just imagine that you have one factory center is there, headquarters center is there, transportation center is there, in one cell. ഒരു ഉത്പാദിക്കുന്ന സെന്റർ ഉണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സെന്റർ ഉണ്ട്, പല കാര്യങ്ങൾ ആ സെല്ലിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. Can all this come by one lightning coming and hitting somewhere? ഇങ്ങനത്തെ ഇത്രയും ആധുനികമായ കാര്യങ്ങൾ ഒരു ലൈറ്റ്നിങ് വന്നുണ്ടാകാൻ പറ്റുമോ? No, it can't. The more better our microscope and telescopes become, the more we realize how awesome our God is. നമ്മുടെ മൈക്രോസ്കോപ്സ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണുന്ന മൈക്രോസ്കോപ്സ്, ദൂരെ കാണുന്ന ടെലിസ്കോപ്സ് എത്രയും അതിപ്പോ അഡ്വാൻസ് ആയോ അത്രയും നമുക്ക് മനസ്സിലാകാം ദൈവത്തിന്റെ സൃഷ്ടി എന്ത് മനോഹരമാണെന്ന് നമുക്കിപ്പോ മനസ്സിലാകും. There was one person who didn't believe in God. He was an atheist. He saw the DNA structure. The DNA, we have DNA, and he was saying, "Oh, this is like a language code." He says there has to be a God. And he started believing in God. ഒരു ഏത്തീസ്റ്റ് നിരീശ്വരവാദി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ DNA ഫുൾ സ്ട്രക്ചർ ഫുൾ പഠിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ, എല്ലാം ഇതിന്റെ പുറകെ ഒരു സൃഷ്ടാവ് ഉണ്ട്, ഇത് വെറുതെ അങ്ങനെ വരത്തില്ല. If there is a God who has designed me, if the God who has created me, then I will be my best if I do what I am designed to do. ദൈവം എന്നെ സൃഷ്ടിച്ചെങ്കിൽ, എന്നെ നിർമ്മിച്ചെങ്കിൽ ആണെങ്കിൽ, അന്നേരം ദൈവം എന്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചത് അത് ചെയ്യുമ്പോഴാ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നത്. Anybody has seen car racing? Formula 1 car racing കണ്ടിട്ടുണ്ടോ? Seen car racing, huh? So just imagine you are a race car. Will you be happy driving in Tiruvalla? No. നിങ്ങളുടെ റേസ് കാറുമായിട്ട് തിരുവല്ല ജംഗ്ഷനിൽ പോകുമോ? Behind the transport bus, stuck and trying to go in all the road. ആ ട്രാൻസ്പോർട്ട് ബസിന്റെ പുറകെ പോകുമോ? ഇല്ലല്ലോ. You know you're designed for something else. You'll only be happy when you're on that race track. അന്നേരം നമ്മൾ എന്തിനു വേണ്ടിയാ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ അറിയുമ്പോഴാ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നത്. When you don't do what you're designed to do, your life is a big struggle. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന കാര്യം ചെയ്യുന്നില്ലെങ്കിൽ അതൊരു വലിയൊരു സ്ട്രഗിൾ ആയിരിക്കും. What is God's design? So if God is a creator, what is God's design for man and woman? ദൈവം എന്തിനാ മനുഷ്യനെ, സ്ത്രീനെ പുരുഷനെ എന്തിനു വേണ്ടിയാ ദൈവം സൃഷ്ടിച്ചത്? ദൈവത്തിന് എന്താ ഡിസൈൻ? To look after the world. Very good. To look after the world and to pray to God. Very good. Good point. എല്ലാവരും ക്ലാസ് ചെയ്തേ. എന്റെ ഒരു സ്ലൈഡ് മോഷ്ടിച്ചു. Good job. So what is our true identity? It says, Bible says, we are created in the image of God. അന്നേരം നമ്മുടെ യാഥാർത്ഥ്യ വ്യക്തിത്വം എന്തുവാ? നമ്മുടെ ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. So what does it mean to be created in the image of God? ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? Like God. Okay, like God in what sense? In what sense? Like in God, thunder and king. You're correct. Correct. We look like God. എങ്ങനെ കാണാനാണോ? We look like God. You're correct. കുറച്ചുകൂടെ ആലോചിക്കും. We look like God.
ഫേസ് കാണുമ്പോഴാണോ എങ്ങനെയാ? So when you think about God, I mean, image of God is not just not Created linked. in the image of God to glorify God. So in the what is that image of God in the? So don't just think about, I mean, that physical He love. loved us the Descendants of God, like most. He loved us the most. That's right. He loved us. See, image of God in the. ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ എന്തുവാ? like children of God. Children of God. Children എന്താ ചെയ്യുന്ന? Listen the. Like father, like son. അതിപ്പോഴാ പറയുന്നത്. ലുക്ക് മാത്രമല്ലല്ലോ. ലുക്ക് മാത്രം നോക്കിയിട്ടാണോ? Do something that the parents do. So what is that? Like, okay, are animals created in the image of God? No. So what is the difference between us and animals? God loved us the most. Shape മൃഗങ്ങളും difference ഉണ്ട്. God loved us the most. God loves us. മൃഗങ്ങളെയും മനുഷ്യരും നമ്മൾ Respect വ്യത്യാസമുണ്ട്. അതല്ലാതെ behavior ആ. ദൈവം മൃഗങ്ങളെ ദൈവത്തിന്റെ സ്വരൂപത്തിലാണോ സൃഷ്ടിച്ചിരിക്കുന്നത്? അല്ലല്ലോ, മനുഷ്യനെ മാത്രമല്ലേ? മൃഗങ്ങളെ അല്ലാത്ത അഴുക്ക് ചെയ്യുന്നുണ്ടല്ലേ? Okay, I'll say you something. We human beings, we have reasoning and intellect. അന്നേരം നമുക്ക് എന്തോ ഉള്ളത്? റീസൺ ചെയ്യാനുള്ള ശക്തിയുണ്ട്. പിന്നെ ബുദ്ധി തന്നിട്ടുണ്ട് ദൈവം. ചിന്താശേഷി. Yes. When we see some problem, we are able to analyze. Okay, maybe we can do this in a better way. So we are able to. ഒരു പ്രശ്നം കാണുമ്പോൾ എങ്ങനെ ചെയ്താൽ ഇത് ശരിയായി മാറുന്നേ, എന്ത് രീതിയിൽ ചെയ്യണം, ഇതൊക്കെ ആലോചിക്കാനുള്ള ബുദ്ധി കഴിവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. They can change things, make a new way. Okay, we'll do it a new way to overcome this problem. പുതിയ രീതിയിൽ നമുക്ക് ഓരോരോ പ്രയാസങ്ങൾ നമുക്ക് മാറ്റി ചെയ്യാൻ പറ്റും. Yeah. Then we have an awareness of right and wrong. ശരിയും തെറ്റും തമ്മിലുള്ള ഒരു ബോധ്യം നമുക്ക് തന്നിട്ടുണ്ട്. Like, do you see any animals having their own jail and sending other animals to jail, or you don't see that, no? മൃഗങ്ങളുടെ ജയിലൊക്കെ ഉണ്ടോ? തെറ്റ് ചെയ്താൽ ജയിലിൽ ഇട്ടുവന്ന് അങ്ങനൊന്നും ഇല്ലല്ലോ മൃഗങ്ങളുടെ ഇടയില്. പക്ഷെ നമ്മുടെ Then creativity, God is creator, He is creative. We are also very creative, isn't it? Very good imagination. സൃഷ്ടിച്ചു, നമുക്കും സൃഷ്ടാപരമായ ഒരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഉണ്ടാക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. You see how many beautiful things that people have created. Different talent, yes, creativity is there, talent is there, emotions is there. വികാരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. And the capacity to love. You said God is love, God can love. God has given us that capacity also to love others. സ്നേഹിക്കാനുള്ള കഴിവ് നമ്മൾ മനുഷ്യർക്ക് ദൈവം തന്നിരിക്കുന്നത്. And capacity for the relationship. ആഴത്തിലുള്ള ബന്ധത്തിന് വേണ്ടിയുള്ള ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. So it's very important to remember this, that we, just like God has all these attributes, we are also carrying this. ഇതെല്ലാം നമ്മൾ കാണുന്നത് ദൈവത്തിലാണ്. അന്നേരം ദൈവത്തിന് ഇങ്ങനത്തെ എല്ലാം കാണുന്ന കാര്യങ്ങള് നമ്മളെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു, നമ്മളിലും ഇതൊക്കെയുണ്ട്. And then right in the beginning of Bible, right in the beginning, we see in Genesis 2 that we see the first marriage which God has instituted. തുടക്കത്തിൽ തന്നെ ഉൽപ്പത്തിനകത്ത് എഴുതിയിട്ട് ആദ്യത്തെ വിവാഹത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ദൈവം അത് സൃഷ്ടിച്ചത്. So God created man, then God created woman, and said that God would make them to complement each other. ദൈവം ആദ്യം പുരുഷനെ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ഹവ്വാനെ ഉണ്ടാക്കി, അവരെ ഒരുമിപ്പിച്ചു. രണ്ടുപേരും ഒരുമിച്ച് പൂർത്തീകരിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചു. So that will be like doing good teamwork. അന്നേരം അതുകൊണ്ട് ഒന്നിച്ച് ടീം വർക്ക് ചെയ്യാനുള്ള കഴിവ് ദൈവം തന്നു. To do what? Like one said, to take care of the world that God has എന്തിനേക്ക് created. ദൈവം സൃഷ്ടിച്ചത്? ദൈവം ഉണ്ടാക്കിയ സൃഷ്ടിനെ എല്ലാം ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി, നോക്കാൻ വേണ്ടി.
And it is in that relationship, husband and wife, that God has created that sexuality, attraction to be used in marriage between husband and wife. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ മാരേജ് ഉടമ്പടിയില കർത്താവ് ആ സെക്ഷുവാലിറ്റി ഉള്ള ഗിഫ്റ്റും ദൈവം തന്നിരിക്കുന്നത്. So when we talk about sexuality, it's not a bad thing. It is something which God has created. അന്നേരം സെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ അതൊരു ചീത്ത കാര്യമല്ല, അത് ദൈവം സൃഷ്ടിച്ചതാണ്. പക്ഷെ അത് എവിടെ ഒതുങ്ങിയിരിക്കണം? ഹസ്ബൻഡ് വൈഫ് റിലേഷനിൽ ഒതുങ്ങിയിരിക്കണം. So it is we who have sort of made it a bad thing. അത് നമ്മൾ അത് എന്തോ ഡിസ്റ്റോർട്ട് ചെയ്തത് അഴിക്കാക്കി. So when husband wife come together, what do we see? They are supposed to see love, unity, and then we see that in that relationship they start having children who will also glorify God. ദൈവ ഹസ്ബൻഡും വൈഫും മാരേജും എല്ലാം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാ? പരസ്പരം സ്നേഹിക്കാനും ആ ഒരു നല്ല ആഴമുള്ള ബന്ധത്തിന് വേണ്ടി മക്കളെ സൃഷ്ടിക്കാനും അതിനൊക്കെ വേണ്ടിയാ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. And so it's so that we can have a close relationship. ഒരു ആഴമായുള്ള ബന്ധം ആകാൻ ദൈവം സൃഷ്ടിച്ചത്. That relationship is like Jesus and the church. That is the type of relation husband and wife is symbolizing. യേശു കർത്താവും സഭയും ആ ഒരു റിലേഷത്തിന്റെ ആഴമുണ്ടോ അതുപോലെ തന്നെയാ ഹസ്ബൻഡും വൈഫിന്റെ റിലേഷൻഷിപ്പ്. And this is the slide which Mon is saying, so that we can take care of this world. മോൻ പറഞ്ഞ ആ സ്ലൈഡാ നമ്മൾ എന്തിനാ ദൈവം സൃഷ്ടിച്ചത്? ദൈവത്തിന്റെ സൃഷ്ടിനെ ടേക്ക് കെയർ ചെയ്യാൻ. And so God wanted man and woman to come together. Then He wanted them to have children so that they will multiply. And by worshiping God, being in connection with God, that they will fill the earth, and so that that God's kingdom will be established. ദൈവം പുരുഷനെ ഉണ്ടാക്കി, സ്ത്രീനെ ഉണ്ടാക്കി, മാരേജ് ഉണ്ടാക്കി, ഒരുമിച്ച് ദൈവം ജോലി തന്നു ദൈവത്തിന്റെ സൃഷ്ടിനെ നോക്കാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, ഭൂമിയിൽ പെരുകാൻ, സോ ദാറ്റ് ദൈവത്തിനെ കൂടുതൽ അറിയാനും ദൈവത്തിനുമായിട്ടുള്ള ബന്ധത്തിൽ മുമ്പോട്ട് പോകാനും ആ ദൈവം സൃഷ്ടിച്ചു. But what happened in that garden? പക്ഷെ ഗാർഡൻ ഓഫ് ഈഡനിൽ എന്തോ സംഭവിച്ചത്? Satan was not happy with this plan, because he knows, if this happens, then our plan is gone. ഈ ദൈവത്തിന്റെ വലിയ അത്ഭുത പ്ലാന് പിശാചിന് ഇഷ്ടപ്പെട്ടില്ല. പിശാച് എന്തിനു വിചാരിച്ചു? ഇങ്ങനത്തെ ദൈവത്തിന്റെ പ്ലാൻ മുമ്പോട്ട് പോയാൽ എന്റെ കാര്യങ്ങൾ നടക്കത്തില്ല. അന്നേരം പുള്ളിക്കാരൻ ഒരു സ്കീമുമായിട്ട് വന്നു. So what did Satan do? He came, he tempted, he said, hey, you eat of this fruit, you become like God. So he made man and woman rebel against God. പിശാച് എന്ത് പറഞ്ഞു? ഇതെല്ലാം തെറ്റാ, നീ ഇങ്ങനെ ചെയ്താല് ഇങ്ങനെ ആയി മാറും. കള്ളം പറഞ്ഞ് അവരെ വഴി തെറ്റിച്ചു. Ever since that, man and woman have been rebelling against God and trying to use their wisdom, earthly wisdom, to get things done. അപ്പൊ തൊട്ട് മനുഷ്യൻ ദൈവവുമായിട്ട് ദൈവത്തിന്റെ അഗേൻസ്റ്റ് വർക്ക് ചെയ്യുന്നത്, ദൈവത്തിന്റെ അഗേൻസ്റ്റ്. So today you're living in that world where the wisdom is people are like going away from God and they want you to be part of it. അന്നേരം ഈ ലോകത്തില് പിശാചികമായ ആ ജ്ഞാനത്തില് ദൈവത്തിൽ നിന്ന് അകരാൻ പിശാച് ട്രൈ ചെയ്യുന്നു, അകറ്റാൻ വേണ്ടി, ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയാ ട്രൈ ചെയ്യുന്നത്. What happened when man and woman sinned is that our identity got corrupted. മനുഷ്യൻ പാപം ചെയ്തപ്പം എന്തോ സംഭവിച്ചത്? നമ്മുടെ ആ ഐഡന്റിറ്റി, വ്യക്തിത്വമാണ് നഷ്ടപ്പെട്ടു പോയത്. So now you just see your life, because of this sin nature, what was meant for good has become corrupted. അന്നേരം പാപം വന്നപ്പോ എല്ലാം ദൈവം നന്മയ്ക്ക് വേണ്ടി, നല്ലതിന് വേണ്ടി സൃഷ്ടിച്ചത് എല്ലാം അത് നെഗറ്റീവിലോട്ട്, അത് വികലമായി. So what you start doing, you start seeking relationships which is not the relationship that God wants you to have. അന്നേരം അതുകൊണ്ടാ ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ മനുഷ്യൻ ഒരു റിലേഷൻഷിപ്പ് തേടുന്നത്, തെറ്റായ രീതിയിൽ. So what is the relationship that God has wants you to have for man and woman? What is the only relationship? ഏത് റിലേഷൻഷിപ്പാ ദൈവം ആഗ്രഹിച്ചത് ആദ്യം? Okay, with Man God. and woman തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാ? Marriage. മാരേജ്, കല്യാണം. So
So they can, God is not pleased with any other relationship of a man and woman like a boyfriend, girlfriend, all those things. God does not want that. God has prepared someone perfect for you, and that is in marriage. അതായത് ദൈവം നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരു പെർഫെക്റ്റ് ആളെ തെരഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എപ്പോഴത്തേക്കാ? കല്യാണം കഴിക്കും. അതിന് മുമ്പ് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അങ്ങനത്തെ റിലേഷൻഷിപ്പും അങ്ങനത്തെ ബന്ധങ്ങൾ ദൈവത്തിൽ നിന്നല്ല. And he says also that this looking at the wrong images also, Jesus says that when you look at a woman lustfully also, that is also a wrong thing. അതായത് നമ്മൾ തെറ്റായ രീതിയിൽ നമ്മൾ മീഡിയയിൽ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ബൈബിൾ വചനം എന്തോ പറയുന്നത് സ്ത്രീനെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്യും. So it's all a corruption that has happened because of sin. അന്നേരം പാപം കാരണം വന്ന പ്രശ്നങ്ങളായിട്ടില്ല. So what has happened is because of sin we have become very self-centered. പാപം കാരണം നമ്മളെല്ലാവരും സ്വാർത്ഥരായി മാറി. So now you want to please yourself. You said, okay, I'm very happy when I do this, I'm feeling pleasure, so I'm going to do it. So നമ്മളെല്ലാവരും സ്വയത്തെ തന്നെ കേന്ദ്രീകരിച്ച് ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഭയങ്കര സന്തോഷം. അന്നേരം അങ്ങനത്തെ നമ്മളെ തന്നെ സന്തോഷിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യും തെറ്റായ രീതിയിൽ. So instead of pleasing God, we want to please ourselves. ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിന്റെ പകരം നമ്മൾ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാൻ നോക്കുക. But what happens after some time? They start having shame. Like Adam and Eve, no? They have shame. We start feeling guilty. We start hiding. പക്ഷെ തെറ്റായ രീതിയിൽ നമ്മൾ പോകുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? നമുക്ക് ആഡമും ഈവും എന്തോ ചെയ്തത്? അവർ പാപം ചെയ്തപ്പോൾ അവർ ഒളിച്ചിരുന്നല്ലേ ദൈവത്തിൽ നിന്ന്. അതുപോലെ നമ്മൾ ഒളിക്കും. നമുക്ക് നാണംകേട് വരും, ഗിൽറ്റ് വരും. അന്നേരം ഓൾ നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് നമുക്ക് വരുന്നത്. See, and just see from Bible itself, you will see that abuse that has happened. No? The example of David and Bathsheba. നമുക്ക് ബൈബിൾ അറിയാം ഡേവിഡും ബത്ശീബയും അവർ തമ്മിൽ നടന്ന പാപം. അത് ഇതൊരു പാപമായിരുന്നു. And the Bible says, I won't take these verses, that what happens is one by one there is a degradation that is happening. ഈ പാപം കാരണം മനുഷ്യര് താന്ന് വീണുകൊണ്ട് പോയി, വീഴ്ച വന്നവർക്ക്. And so what we read in Romans chapter 1, we read that what was meant to be man and woman and the relationship in marriage, husband and wife, has all been corrupted. അന്നേരം ബൈബിളിൽ പറഞ്ഞ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം, ആ വൈവാഹികമായ ബന്ധം, മാരേജിലുള്ള ബന്ധം, അത് മൊത്തം കറപ്റ്റ് എന്താ പറയാ, വികലമായി. എന്നിട്ട് വേറെ വേറെ തെറ്റായ രീതിയിൽ അവർ പോയി. Today now they say not man and woman, so many genders are there. ഇന്നിപ്പം ആണും പെണ്ണും മാത്രമല്ല പല വേറെ വേറെ കുറെ ജെൻഡേഴ്സ് ഉണ്ടെന്ന് പറയുന്നത്. How many genders they say there is? എത്ര ജെൻഡേഴ്സ് ഉണ്ടെന്ന് അറിയാമോ? എത്ര ലിംഗഭേദം ഉണ്ടെന്ന് അറിയാമോ? 53 Illa, you're outdated. You're not that progressive. Now there are 120 and counting. 120 ജെൻഡേഴ്സ് ആണ് അവർ പറയുന്നത്. തെറ്റായിട്ട് പറയുന്നത്. And we see the abnormal relationship, man and man, woman and woman. തെറ്റായ രീതിയിലുള്ള ബന്ധങ്ങൾ, രണ്ട് ചെറുക്കന്മാരുടെ ഇടയിൽ, രണ്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ, അതൊക്കെ തെറ്റായ രീതിയിലുള്ള ബന്ധങ്ങളാ. രണ്ട് ജെൻഡറേ ഉള്ളൂ. മൂലമായിട്ട് ട്രൂ ആയിട്ട് രണ്ട് ജെൻഡറേ ഉള്ളൂ. ആരാ? സ്ത്രീയും പുരുഷനും. മാൻ ആൻഡ് വുമൻ. But when you go into the world, this is what they try to tell you. Remember that emperor's clothes? They'll say, you are a fool. No, we believe so much. You are a fool. You don't believe this. You're not wise. നമ്മുടെ ചക്രവർത്തിയുടെ ഡ്രസ് ഓർമ്മയുണ്ടല്ലോ. അന്നേരം അതുപോലെ എന്തോ പറയുന്നത്, നീ ഇത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ മൂടനാ, നീ വിഡ്ഢിയാ. What does the Bible say? How many genders? ബൈബിൾ എന്തോ പറയുന്നത്? എത്ര ജെൻഡേഴ്സ് ഉണ്ട്? രണ്ട്. Man and woman. സ്ത്രീയും പുരുഷനും. So I'll just quickly go over this. This is just to show you that there are different things that influence the society. Media, government, all are trying to influence. നമ്മുടെ സമൂഹത്തെ എന്തുവാ സ്വാധീനിക്കുന്നത്? പല കാര്യങ്ങളുണ്ട്. മീഡിയ, ടെലിവിഷൻ, ഗവൺമെന്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. I'll just show you this slide. Society will try to tell you this is the way how boy should act, this is the way how girl should act.
സമൂഹം പറയും, നമ്മുടെ ആൾക്കാർ പറയും, ഓ പെണ്ണാണെങ്കിൽ ഈ രീതിയിലായിരിക്കണം, ചെറുക്കനാണെങ്കിൽ ഈ രീതിയിലായിരിക്കണം. So boy will play football, a boy will climb tree, boy will play with a gun. ഒരു ചെറുക്കനാണെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നു, ഭിത്തിയിൽ കയറുന്നു, ഗൺസ് യൂസ് ചെയ്യുന്നു, ഗൺസ് വെച്ച് കളിക്കുന്നു, ഈ രീതിയല്ല ചെറുക്കന്മാര്. Girl will be like cooking, drawing. ഒരു പെണ്ണാണെങ്കിൽ, ഒരു ഗേൾ ആണെങ്കിൽ എന്ത് ചെയ്യും? കുക്കിംഗ് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ഡ്രോയിങ് ചെയ്യും. That is what society has labeled. അങ്ങനെയാ സമൂഹം പറയുന്നത്, ഇങ്ങനെ ആയിരിക്കണം എന്ന്. So there might be one girl who doesn't like cooking but she like playing football. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു പെൺകൊച്ചുണ്ടായിരിക്കും, അവർക്ക് കുക്കിംഗ് ഇഷ്ടമല്ല, പക്ഷെ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. So then what will the society world will go and say? You like football, you don't like cooking. I think you're actually a boy. അന്നേരം സമൂഹം എന്ത് പറയും? നിനക്ക് കുക്കിംഗ് ഇഷ്ടമല്ല, ഫുട്ബോൾ ആണോ ഇഷ്ടം? എന്നാ പിന്നെ എന്തോ കുഴപ്പമുണ്ട്, നീ ചെറുക്കനായിരിക്കും. And if that girl doesn't know God, she said, maybe I'm a boy. Okay, I'm a boy. അന്നേരം ആ പെൺകൊച്ചിന് ദൈവത്തെ അറിയത്തില്ലെങ്കിൽ, ഈ സത്യങ്ങൾ, നമ്മൾ പഠിച്ച സത്യങ്ങൾ അറിയത്തില്ലെങ്കിൽ, ആ പെൺകൊച്ച് എന്ത് വിചാരിക്കും? ഓ ചിലപ്പോ എന്റെ പറയുന്നത് സത്യമായിരിക്കും, ഞാനൊരു ചെറുക്കനായിരിക്കാം. And this worldly wisdom will try to encourage you. Yes, go, you're a boy, you're a boy, you're not a girl, you're a boy. അന്നേരം ഈ ലൗകികമായ പ്രകാരം ഉള്ള ബുദ്ധി പറയുന്നത് അവരെ എൻകറേജ് ചെയ്യും. ഇതാ ശരി, അത് തെറ്റായ രീതിയിൽ അവർ ആലോചിക്കാൻ തുടങ്ങും. But God is the one who is determined who you are, boy or girl, at birth. ദൈവം നിങ്ങൾ ആരാണ്, ആണാണോ പെണ്ണാണെന്ന് ഡിറ്റർമിൻ ചെയ്ത് ആരാ, നിശ്ചയിക്കുന്നത് ആരാ? ദൈവം നിശ്ചയിച്ചതാ. So you should not have any doubt. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻസും വരില്ല, ഒരു ഡൗട്ടും വരില്ല. And then people say, no, it's all scientific. പലരും പറയും, ഓ ഇത് ശാസ്ത്രീയമായ രീതിയിലാണ് ഇതെല്ലാം പറയുന്നത്. I'll tell you that today science has lost its reputation, that all sorts of things is happening in science which is not science. അതായത് സയൻസിൽ ശാസ്ത്രീയ കാര്യം കാണുന്നത് പല കാര്യങ്ങളും തെറ്റായ രീതിയിൽ അവർ പറയുന്നത്. And science can be manipulated in any way you want. വേണ്ടിയ രീതിയിൽ അതിനെ ട്വിസ്റ്റ് ചെയ്യാം, വളച്ചെടുക്കാം. Now when in the US, when doctors they see patients, they are supposed to ask them, how should we call you? അമേരിക്കയിലെ ഡോക്ടേഴ്സ് പേഷ്യൻസിനെ കാണുമ്പോൾ ഡോക്ടേഴ്സ് എന്തോ ചോദിക്കേണ്ടേ, ഞാൻ എങ്ങനെയാ Because it might be a man dressed as a woman, but if you call him a she, then she might get very upset because she might be something else also. Because ഒരു ചെറുക്കൻ പെണ്ണിന്റെ വസ്ത്രത്തിൽ വന്നിട്ട് നമ്മൾ പെണ്ണാന്ന് പറഞ്ഞാലോ ചെറുക്കനാണോ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കും, ബിക്കോസ് മനസ്സിൽ വേറെ എന്തോ ആയിരിക്കും. And next week she may be something else. അടുത്ത ആഴ്ച വേറെ എന്തെങ്കിലും ആയിരിക്കും. So every week you have to ask her, what should I call you? എല്ലാ ആഴ്ചയും വരുമ്പോൾ ചോദിക്കണം എങ്ങനെയാ വിളിക്കേണ്ടതെന്ന്. നീ ആണാണോ പെണ്ണാണോ പട്ടിയാണോ പൂച്ചയാണോ ഇത് ചോദിക്കണം. And slowly this confusion will come here. Whatever happens in America after 10 years will come to India. അമേരിക്കയിൽ ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നു, ആ കാര്യം ഇവിടെയും വരും. You should be ready for it. നിങ്ങൾ അതിന് റെഡി ആയിട്ടിരിക്കണം. You should be able to stand strong. നിങ്ങൾ എല്ലാവരും സ്ട്രോങ് ആയിട്ട് നിൽക്കണം, അറിയണം നിങ്ങൾ ആരാണ്. ദൈവം ഡിറ്റർമിൻ ചെയ്ത ആളാ നിങ്ങൾ. And always remember, as a child of God, when you believe in Jesus and what He's done for you, there is victory for you in the cross. എപ്പോഴും ഓർക്കണം, യേശു കർത്താവ് ക്രോസിൽ ചെയ്ത കാര്യം കൊണ്ട്, ക്രോസിൽ എന്താണോ നമുക്ക് ചെയ്തത് അത് കാരണം നമുക്ക് എപ്പോഴും ജയമാണ്. We might have made mistakes, we might have done things wrong, and we are guilty in the wrong things that we have done. നമ്മൾ ചിലപ്പോൾ തെറ്റായ രീതിയിലൊക്കെ പാപങ്ങൾ ചെയ്തു കാണും. But there is forgiveness and there is victory in the cross. പക്ഷേ ക്രൂശില് നമുക്ക് ആ പാപത്തിൽ നിന്ന് വിടുതലുണ്ട്, നമുക്ക് ജയമുണ്ട്. 1 Corinthians, that reference says that he's talking about the people in Corinth. It says that you were all sorts of people, you were like the worst of people, but He has saved you. ഈ കൊരിന്ത്യൻസിൽ പറയുന്നത് നിങ്ങൾ പല പല ആൾക്കാരുണ്ട്, കുറെ ഏറ്റവും വലിയ വലിയ പാപങ്ങൾ ചെയ്ത പാപികളുണ്ട്, പക്ഷെ യേശു കർത്താവ് അതിനകത്തുനിന്ന് വിടുവിക്കുമെന്ന്. Satan will come and try to put down that, no, you're a useless fellow, you will never improve, you're not a child of God. But you need to believe the word and what God tells you. സേറ്റൻ വന്ന് പിശാച് വന്ന് നമ്മുടെ മനസ്സിൽ പറയും, ഓ നീ ഇത്രയും
കാര്യങ്ങൾ ചെയ്തു, നീ ഗിൽറ്റിയാ, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുമില്ല, നീ ഇത്രയും പാപങ്ങൾ ചെയ്തു, നിനക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അതെല്ലാം തെറ്റാ. ക്രോസിൽ വരുമ്പോൾ, യേശു കർത്താവിന്റെ അടുക്കെ വരുമ്പോൾ നമുക്ക് ആ പാപത്തിൽ നിന്ന് വിടുതലുണ്ട്, പാപത്തിൽ നിന്ന് മോചനമുണ്ട്, നമുക്ക് ജയവും വിക്ടറിയും ഉണ്ട്. യേശു കർത്താവിന്റെ മോഹൻ. And as long as we are in this body, you know, we have to struggle against sin. ഈ ശരീരത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും സിന്നിന്റെ അഗേൻസ്റ്റ്, ഈ പാപത്തിന്റെ അഗേൻസ്റ്റ് നമുക്ക് എപ്പോഴും ഒരു സ്ട്രഗിൾ കാണും. As long as you're connected, as long as you're connected with God, you are in love with Him, with His Word, you're guided by His Spirit. There is forgiveness and there is growing in that. അന്നേരം ഈ ശരീരത്തിലായിരിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുണ്ട്, നമുക്ക് സ്ട്രഗിൾ ഉണ്ട്. പക്ഷെ നമ്മൾ യേശു കർത്താവിന്റെ നല്ല ബന്ധത്തിലായിരിക്കുമ്പോൾ, യേശു കർത്താവിന്റെ സഹായം കൊണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് വിടുതല കിട്ടും. നമുക്ക് forgiveness ഉണ്ട്, നമുക്ക് ജയാളിയായിട്ട് ജീവിക്കാൻ പറ്റും. So who am I? ഞാൻ ആരാ? Child of God. You're created in the image of God. You're a child of God. So ദൈവത്തിന്റെ പൈതലാണ് നിങ്ങള്, ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച പൈതങ്ങളാണ്. He has created you male and female. ദൈവം നിങ്ങളെ ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. And He has a design and He has a plan for each of your lives. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു നല്ല ഒരു വലിയൊരു പ്ലാൻ ഉണ്ട്, ഒരു ഡിസൈൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി. And you have to take a decision what you're going to believe. നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ എന്ത് വിശ്വസിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. Am I going to believe what God tells about me and the word, or am I going to believe the world? ദൈവം പറയുന്നതും ദൈവത്തിന്റെ വചനം എന്നെ പറ്റി പറയുന്നതും ആണോ ഞാൻ വിശ്വസിക്കാൻ പോകുന്നത്, ഓ ലോകം പറയുന്നതാണോ ഞാൻ വിശ്വസിക്കാൻ പോകുന്നത്? അത് നമ്മളാ തീരുമാനിക്കേണ്ടത്. See, whatever your struggle you might be having today, the thoughts, pictures, actions, you know, Jesus says, I am the way, the truth, and the life. നിങ്ങളെ എന്തൊക്കെ പോരാട്ടമാണെങ്കിലും സ്ട്രഗിൾസ് ആണെങ്കിലും ചിലപ്പോൾ ഡേർട്ടി തോട്ട്സോ ഫൈനസോ ഇങ്ങനത്തെ ഒക്കെ കാര്യമാണെങ്കിലും, പക്ഷെ യേശു കർത്താവ് എന്തോ വചനത്തിൽ പറയുന്നത്, ഞാൻ വഴിയും സത്യവും ജീവനും. അന്നേരം യേശു കർത്താവ് മുഖാന്തരം നമുക്ക് ഇതിനകത്തുനിന്നൊക്കെ വിടുതൽ കിട്ടും. Because if our identity is that we are children of God, we have to be pure like our Heavenly Father. നമ്മുടെ വ്യക്തിത്വം യേശു കർത്താവിന്റെ മകനാണെന്നുള്ള ഐഡന്റിറ്റി ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ ദൈവത്തെ പോലെ ഹോളി ആയിരിക്കണം, പരിശുദ്ധനായിരിക്കണം. Okay. അപ്പൊ നമുക്കിനിപ്പോ അടുത്ത സ്പെഷ്യൽ ക്ലാസ്സിന് എങ്ങനെയാ ചെയ്യാറ്? സിനി ചേച്ചി അനുചേച്ചി ഓക്കെ. അപ്പോ 9+ ഏജുള്ള കുട്ടികളില് ഗേൾസ് എല്ലാരും മുകളിലോട്ട് പോവാ. 9+ ഏജുള്ള എല്ലാവരും ഗേൾസ് മുകളിലോട്ട് പോവാ, ബോയ്സ് ഇവിടെ തന്നെ. ഒന്ന് വെയിറ്റ് ചെയ്ത് കുഞ്ഞാളൊന്ന് പോയിട്ട് നമുക്ക് പോവാം. ഓക്കെ, 9% ഒന്ന് വെയിറ്റ് ചെയ്യാം, ചെറിയ കുഞ്ഞാളൊന്ന് പോയിട്ട് നമുക്ക് പോവാം. ഇവരോട് വേണമെങ്കിൽ 6 to 8 മോനെ ടീച്ചർ അനുചേച്ചി പുറത്തു അത് കഴിഞ്ഞിട്ട് അതായത് 5 മിനിറ്റ് ഉള്ളൂ. 5 മിനിറ്റ്
Okay, so there is discussion പോലെ even if ഒരു കമന്റ് New Testament God seems little nicer than Old Testament God. ലാപ്ടോപ്പ് അതറിയാമല്ലോ. What do you think? Actually, it means same God and the other God. Different people. Possible now. Is God the same? God is the same. God is the same. Old Testament gives the same for us. It's the same God. Same God. We read in John, it says that. We can read in John, it says that. John chapter 1. John 1 verse 16 says, from his fullness we have all received grace upon grace. For the law was given through Moses, grace and truth came through Jesus Christ. So would you tell me, see, God has a time plan for
everything. God has a time plan for everything. That is Old Testament, New Testament, even today, God is a holy God. God is a holy God. When the Old Testament and the Old Testament Jesus had not yet come to show His grace. It was a time period that was happening. In the Old Testament, but what happened because come to Israel, when you see the Israel camp, God's actual presence was there in the camp. God's actual presence was there in the camp. But these Israelites, what were they? They were not yet transformed people. They had not yet received a new heart. They had not yet had the cross before them. Katavu had not come, died on the cross, and sacrifice was not available for them. Avരുടെ എന്തോ sacrifice ഉണ്ട്, only thing the temple sacrifice or tabernacle sacrifice, they had to depend on that to take away the sins. And so when God's presence was there, it was like they had to depend on those sacrifices, and that was a part of the covenant. But what is now we live in an age of grace. So it's not that God has changed, but the way He is dealing in the well, it says that Romans 5 verse 1. Romans 5 verse 1. You read Romans 5 verse 1. Therefore, since we have been made right in God's sight by faith, we are peace with God because of what Jesus Christ our Lord has done for us. Because of what Jesus Christ has done with us, we have peace with God. Peace and not war. Peace and not war. Romans 1:18. വായിക്കാമോ? Romans 1:18. But God shows His anger from heaven against all sinful wicked people who suffer the fruit of their wickedness. Okay. അത് മലയാളത്തിലായിരുന്നു വായിക്കാം. മലയാളത്തിൽ അനീതി കൊണ്ട് സത്യത്തെ അടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെടും. That is, His anger, wrath is against all wickedness. So this is New Testament, not Old Testament. Anger, wrath against all wickedness. But then what happened? It's talking about, we read Romans 5:1. Romans 5:1. Therefore, since we have the verse that we just read now, since we have been made right with God, we have been justified, we have peace with God. Before and over wrath, now peace through Jesus Christ. It means, it says we've been made right with God, or we are seen as right with God. That means through Jesus Christ. When God sees us now, if we have put our faith in Jesus, we put our belief in Jesus, we are in Him. We are not perfect yet, but God sees us through a filter. This filter of Jesus. ഇങ്ങനെ ചില ആപ്പ് ഉണ്ടല്ലോ, അത് കണ്ടിട്ടുണ്ടോ? ആ ആപ്പിൽ നമ്മുടെ മോന്ത അതിൽ കാണിച്ചാൽ നമ്മുടെ ഉള്ള പുലുകളും നമ്മുടെ എല്ലാം മാറ്റി ഭയങ്കര ഒരു വേറെ ലുക്ക്. ചിലർക്ക് ഈ വാട്സാപ്പ് സ്റ്റേറ്റസ് ഫോട്ടോ കാണുമ്പോൾ ലുക്ക് മൊത്തം വേറെ ആണ്. ഇപ്പൊ എല്ലാ കഷണ്ടി എല്ലാം നല്ല മുടി നമ്മള് ഫുള്ള്, പിന്നെ ഈ വെളുത്തെല്ലാം മാറിയില്ല, ഈ മുടിയെല്ലാം പോയി നല്ല ഒരു മോഡല പെർഫെക്റ്റ് അല്ലേ ആ ഫിൽറ്റർ ഇട്ടാൽ. അങ്ങനെ ചില ആപ്പ് ഉണ്ടല്ലോ. ഇത് Romans 5:1 പറഞ്ഞാൽ when God sees us through Jesus, Jesus is the filter, they are filtered through Jesus.
God sees us as perfect through Jesus. So, because why? Because all that wrath which is meant for us, Jesus took on the cross for us. It's not that God has become, less holy or that is an anthem. Then before he was striking down people, now he's like, okay, these are what we left. Not that. Now it's a period of grace. He's patiently waiting for people to accept that gift that is there in Jesus. നമ്മുടെ കർത്താവ് through a gift കിട്ടിയിട്ടുണ്ട്. It's not that God has changed yesterday, today, forever. Jesus is the same. Innum, if we look at it, there are occasions when God's wrath comes down on people. Yeah. God is patient. We can see and we know it is God's wrath. We know it is God's wrath. I don't know if you remember this. There was an award ceremony in Hollywood. I think it was Oscar Awards. That ceremony, there was one lady. She was an anchor person, and she said, "Oh, I just assist all the Thanksgiving speech, all the thanks. People who are awarded it, they say, I thank my parents, I thank my." They said, so she said, "Oh, I just assist all the speeches, and maximum thanks was, for parents, for friends, for producer, and God got zero thanks." She said, everybody was laughing and said, "God is the biggest loser here." She said that. God is going to rain down fire, it's going to be fire in here. And other kind that night, Los Angeles, our area had the biggest Hollywood fires like never before. Millions damaged because of this. You can't see it any other way. The words that she said. Not that God has, become very mild, but we have got grace through Jesus. Our grace we would have been finished off long time back. Our grace even Adam and Eve should have been finished off long time back. In the garden itself, God had a plan to set in Jesus. Our garden was that he set down. Your seed will crush Satan's head. There itself, the plan of Jesus coming and dying was there. So it's not that God was not loving there and then suddenly he had a change of heart. But it was planned and in his time it came. And we are enjoying that today. Now we can enjoy God. We can enjoy God's presence. And all that wrong, we can receive forgiveness and enjoy God in our life. So that Ethan Bartola in the Old Testament stone that was the time of that law. And it was something like a national law where those laws were kept. And today, but there is nothing that you go and stone people or anything. It's the period of grace now. And it says, but God does not, it's not that God wants people to be that. It's for us to show people that expose what is wrong. Any questions? Any more questions? Any doubts on the ചോദിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ചോദിക്കുന്ന ഡൗട്ട്സ് എല്ലാം ഉണ്ടാവും. ഫ്രണ്ട്സ് ഒന്ന് ചോദിക്കുന്ന നമുക്ക് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. As you grow, this will be definitely an issue. Maybe now already there in schools. Once you reach college, I think it becomes a bigger issue. But now it will be a major risk. But we have to be strong in the word. എല്ലാവരും ബൈബിൾ വായിക്കാനല്ലോ ദിവസം വായിക്കുന്നുണ്ട്.
വായിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ വായിക്കുന്നതല്ല, മെഡിറ്റേറ്റ് ചെയ്യണം. ഇത് നമ്മുടെ നമ്മളുടെ ലൈഫാക്കണം ഇത്. അല്ലെങ്കിൽ നമ്മളിപ്പം നമ്മളൊരു 5 മണിക്കൂർ TV കാണും, 5 മണിക്കൂർ ഫ്രണ്ട്സ് പറയുന്ന കേൾക്കും. ഒരു 5 മിനിറ്റ് കാര്യം വായിച്ചാൽ ഇതൊക്കെ ഡിഫറൻസ്.